ധ്യാനം ജീവിതത്തിലെ ഒരു അമൂല്യ നിധിയാണ് എന്ന് പറഞ്ഞാൽ എത്ര പേർ അത് വിശ്വസിക്കും? ധ്യാനമെന്നത് കേവലം കണ്ണടച്ചിരിക്കൽ മാത്രമല്ല, അതൊരു ഇന്നർ എൻജിനീയറിംഗ് ആണ്. നമ്മുടെ ചിന്തകളെയും നമ്മളുടെ ആഗ്രഹങ്ങളെയും നമ്മളുടെ വികാരങ്ങളെയും ശാന്തവും സ്വസ്ഥവും ഊർജ്ജസ്വലവും പോസിറ്റീവുമാക്കുന്ന ഒരു ഇന്നർ എൻജിനീയറിംഗ് മെത്തേഡാണ് ധ്യാനം എന്നുള്ളത്. ധ്യാനം സഹസ്രാബ്ദങ്ങൾ പാരമ്പര്യമുള്ള ഭാരത സംസ്കാരത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ജീവിത കലയാണ്. ശാരീരികമായ ഊർജ്ജസ്വലതയും മാനസികമായ ശാന്തിയും ബൗദ്ധികമായ സൂക്ഷ്മതയും ആത്മീയമായ പുരോഗതിയും നേടാൻ ധ്യാനം നമ്മെ സഹായിക്കുന്നു. നമ്മളുടെ പൗരാണിക ഭാരതീയ പാരമ്പര്യത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തെ 4ആയി തിരിച്ചിരുന്നു. ഏതാണ്ട് ഒരു 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലം ബ്രഹ്മചര്യ കാലം എന്നറിയപ്പെടുന്നു. ബ്രഹ്മചാരികളും ബ്രഹ്മചാരിണികളുമായിരുന്നു അവർ. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വിദ്യാർത്ഥി കാലഘട്ടം എന്നുള്ളതാണ്. പണ്ടുകാലങ്ങളിൽ ഗുരുകുലങ്ങളിൽ പോയി നേരിട്ട് വിദ്യ അഭ്യസിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ ഇന്ന് ആധുനിക കാലത്ത് പഠിക്കുന്ന ഹിസ്റ്ററി, ബയോളജി, സോഷ്യൽ സയൻസ് പോലെയുള്ള വിഷയങ്ങൾ അന്നും മറ്റൊരു തരത്തിൽ പഠിപ്പിച്ചിരുന്നു. ഇതെല്ലാം അപരാവിദ്യകൾ അല്ലെങ്കിൽ വിജ്ഞാനം എന്ന രീതിയിലായിരുന്നു. പഴയകാല ഗുരുകുലങ്ങളിൽ ഈ അപരാവിദ്യ പഠനത്തിനൊപ്പം തന്നെ വിജ്ഞാനങ്ങളുടെ പഠനത്തിനൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ സനാതനധർമ്മ വിശ്വാസപ്രകാരം ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ മോക്ഷം നേടുന്നതിനുള്ള ഒരു കല, ഒരു വിദ്യ പഠിച്ചിരുന്നു. മോക്ഷവിദ്യകൾ, അത് പരാവിദ്യ എന്നാണ് അറിയപ്പെടുന്നത്. യോഗശാസ്ത്രം, തന്ത്രശാസ്ത്രം, വേദാന്തശാസ്ത്രം പോലെയുള്ള മഹാവിദ്യകൾ ജീവിതത്തെ ആത്മീയമായി പരിവർത്തനപ്പെടുത്തുന്ന ഒന്നാണ്. പഴയകാല ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ ജ്ഞാനവിജ്ഞാനങ്ങൾ അഭ്യസിച്ചിരുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തിലെ ആദ്യഘട്ടം വിദ്യാർത്ഥി കാലഘട്ടം, ബ്രഹ്മചാരി കാലഘട്ടം 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഗുരുകുലത്തിൽ നിന്ന് ജ്ഞാനവിജ്ഞാനങ്ങൾ പഠിച്ച് 25 വയസ്സ് ഏകദേശമാകുമ്പോൾ സമാവർത്തനം പൂർത്തിയാക്കി ഗുരുദക്ഷിണ നൽകി അവരിൽ പലരും ഗൃഹസ്ഥാശ്രമികളായി മാറുമായിരുന്നു. ചിലരൊക്കെ സന്യാസ തലത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകുമായിരുന്നു. അപ്പോൾ അത് അടുത്ത ഘട്ടമാണ് ഗൃഹസ്ഥാശ്രമം, ഗാർഹസ്ഥ്യം എന്ന് പറയും. ബ്രഹ്മചര്യം വിദ്യാർത്ഥി കാലഘട്ടം, ഗാർഹസ്ഥ്യം നമ്മുടെ ഗൃഹസ്ഥാശ്രമ ജീവിതം, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, കുട്ടികൾ, ധനസമ്പാദനത്തിനുള്ള ഒരു തൊഴിൽ, ഇതൊക്കെ ചെയ്തുകൊണ്ട് അടുത്ത ഒരു 25 വർഷക്കാലം 50 വയസ്സുവരെ തൻ്റെ കർമ്മങ്ങൾ, തൻ്റെ കടമകൾ, തൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജീവിതചര്യ അവരവിടെ പുലർത്തിയിരുന്നു. ഇത് ഗൃഹസ്ഥാശ്രമം, ഗൃഹസ്ഥാശ്രമധർമ്മം എന്നാണ് പറയുക. നമ്മളുടെ പല ഋഷീശ്വരന്മാരും ഗൃഹസ്ഥാശ്രമികളായിരുന്നു. ഇപ്പോൾ പരശുരാമൻ്റെ അച്ഛനായ ജമദഗ്നി മഹർഷി ഋഷിയായിരുന്നു എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ആത്മീയ ജീവിത വികാസത്തിന്, പുരോഗതിക്ക് ഗൃഹസ്ഥാശ്രമധർമ്മം, ദാമ്പത്യ ജീവിതം പഴയ കാലങ്ങളിൽ ഒരിക്കലും തടസ്സമായിരുന്നില്ല. നമ്മളുടെ ലൗകിക ജീവിതം, ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് തന്നെ ആത്മീയമായ പുരോഗതിയും ഉണ്ടാകുമായിരുന്നു. അപ്പോൾ പണ്ട് കാലങ്ങളിൽ കുട്ടികൾ ഗുരുകുലങ്ങളിൽ നിന്ന്, ഗുരുവിൻ്റെ അടുത്ത് നിന്ന് വിജ്ഞാനങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ യോഗശാസ്ത്രം, തന്ത്രശാസ്ത്രം, വേദാന്തശാസ്ത്രം, നിഗൂഢ വിജ്ഞാനങ്ങൾ, ഇത്തരത്തിലുള്ള പരാവിദ്യകൾ, മോക്ഷദായകമായിരിക്കുന്ന വിദ്യകൾ പഠിച്ചിരുന്നു. ശേഷം 25 വയസ്സ് കഴിയുമ്പോൾ ഗൃഹസ്ഥാശ്രമിയാകുന്ന കാലഘട്ടത്തിലും ഗൃഹസ്ഥാശ്രമധർമ്മം പുലർത്തുമ്പോഴും ഭാര്യയും ഭർത്താവും മക്കളും ജോലിയുമൊക്കെയുള്ള കുടുംബജീവിതം നയിക്കുമ്പോഴും ഇവർ ശരിയായിട്ടുള്ള ഉപാസനകൾ ചെയ്തിരുന്നു. അടുത്ത കാലഘട്ടം ഏതാണ്ട് ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ മക്കളൊക്കെ വളർന്ന് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവർ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു കാലഘട്ടം. നമ്മൾ 25 വയസ്സാകുമ്പോൾ വിവാഹം കഴിച്ച് ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ മക്കളൊക്കെ ഉണ്ടായാൽ നമുക്കൊരു 50 വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് 25 വയസ്സാവും. അപ്പോൾ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആൺകുട്ടികൾ അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവർ ജോലിയിൽ പ്രവേശിക്കുന്നു. അവരെ കുടുംബഭാരമെല്ലാം ഏൽപ്പിച്ചിട്ട് അച്ഛനും അമ്മയും പണ്ടുകാലങ്ങളിൽ പിന്നീട് വാനപ്രസ്ഥികളായി പോകുമായിരുന്നു. എന്താണ് വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ? നമ്മൾ കൂടുതൽ ഗൃഹസ്ഥാശ്രമധർമ്മത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുക, കൂടുതൽ തീർത്ഥാടനങ്ങൾ നടത്തുക, ആശ്രമങ്ങൾ സന്ദർശിക്കുക, പുണ്യസങ്കേതങ്ങൾ സന്ദർശിക്കുക,
ഗുരുക്കന്മാരെ കാണുക, ആചാര്യന്മാരെ കാണുക, അവരിൽ നിന്ന് ഉപദേശം തേടുക, കൂടുതൽ സമയം ആത്മീയമായിട്ടുള്ള ഉപാസനകൾ ചെയ്യുക, വിവിധ തരത്തിലുള്ള സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇതൊക്കെ വാനപ്രസ്ഥ കാലഘട്ടത്തിന് മുന്നോടിയാണ്. ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു കാലഘട്ടം ആണ് അല്ലെ. നമ്മളെപ്പോഴും വീട്ടിൽ കുത്തിയിരിക്കാതെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്, പലപ്പോഴും കുടുംബങ്ങളിൽ വലിയ കലഹങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ. അതിൻ്റെ പ്രധാന കാരണം നമ്മളൊരു 50 വയസ്സാകുമ്പോൾ മക്കൾക്കൊപ്പം നിന്ന് അവർക്ക് ഒരു ഭാരമാവാതെ, അല്ലെങ്കിൽ അവരോട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ മരുമകൾ ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ ഇന്ന് ആധുനിക കാലഘട്ടത്തിലുണ്ടല്ലോ. പഴയ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. അവർ ഒരു ഘട്ടം വരുമ്പോൾ ഇവരെല്ലാം ഡിറ്റാച്ച്ഡ് ആവും, മക്കളെ വെറുതെ വിടും, എന്നിട്ട് അവർ സ്വതന്ത്രമായി വാനപ്രസ്ഥികളായിട്ട് പോകും. വാനപ്രസ്ഥിയാകുമ്പോഴും ഇടയ്ക്ക് നമ്മൾ വീടുകളിലേക്ക് വരുമായിരുന്നു. അപ്പോൾ അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ, നമുക്ക് കൂടുതൽ ആധ്യാത്മികതയിലേക്ക് പോകാം. കാരണം ഇനി ഏതാനും വർഷങ്ങൾ മാത്രമേ നമുക്ക് ആയുസ്സുള്ളൂ. അതിനുള്ളിൽ കൂടുതൽ ആധ്യാത്മികമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യാം, കൂടുതൽ പുണ്യസങ്കേതങ്ങൾ, ക്ഷേത്രങ്ങൾ സന്ദർശിക്കാം, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാം, ഗുരുക്കന്മാരെ സന്ദർശിക്കാം, കൂടുതൽ ആധ്യാത്മികമായിട്ടുള്ള സാധനകൾ ചെയ്യാം. ഈ ഒരു ഉദ്ദേശത്തിലാണ് വാനപ്രസ്ഥം. സന്യാസത്തിന് മുമ്പുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് വാനപ്രസ്ഥം. അതിനുശേഷം അടുത്ത ഘട്ടം സന്യാസധർമ്മം, സന്യസിക്കുക. ഭൗതികമായ എല്ലാത്തിനെയും ഉപേക്ഷിച്ച്, ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ പോലും അവിടെ വേർപിരിഞ്ഞ് ഓരോരുത്തരും സ്വതന്ത്രമായി അവരവരുടെ ഉപാസനകളിലേക്ക് ഏതെങ്കിലും ഗുഹയിലോ ഏതെങ്കിലും ആശ്രമത്തിലോ ഒക്കെ ഇരുന്ന് ഉപാസന ചെയ്ത് ജീവിതത്തിൻ്റെ അവസാന കാലം ആധ്യാത്മികമായ ചൈതന്യം നിറച്ച് അവർ ഈശ്വരനിൽ ലയിക്കുന്ന അവസ്ഥ. ഇതായിരുന്നു പഴയകാല ഭാരതത്തിൻ്റെ നമ്മൾ പറയുന്ന ധർമ്മ വ്യവസ്ഥ. ചതുരാശ്രമ ധർമ്മ വ്യവസ്ഥ എന്ന് പറയും, ചതുരാശ്രമധർമ്മം എന്നാണ് പറയുക. അപ്പോൾ വിദ്യാർത്ഥി കാലഘട്ടം അറിയപ്പെടുന്നത് ബ്രഹ്മചര്യ കാലഘട്ടം, ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന കാലഘട്ടം അറിയപ്പെടുന്നത് ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം എന്ന കാലഘട്ടം, പിന്നീട് സന്യാസം എന്ന കാലഘട്ടം. ഇതായിരുന്നു പഴയകാല ഭാരതീയ സംസ്കാരത്തിൽ, ഭാരതത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെ ബ്രഹ്മചര്യ കാലഘട്ടത്തിലും ഗൃഹസ്ഥാശ്രമ കാലഘട്ടത്തിലും വാനപ്രസ്ഥത്തിലും സന്യാസത്തിലുമെല്ലാം ധ്യാനം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും ഭാര്യാഭർത്തൃബന്ധം പുലർത്തി ഗൃഹസ്ഥാശ്രമധർമ്മം ചെയ്യുമ്പോഴും വാനപ്രസ്ഥയാകുന്ന സമയത്തും സന്യാസിയാകുന്ന സമയത്തും അവൻ നിത്യവും ധ്യാനം അഭ്യസിച്ചിരുന്നു. എന്താണ് ധ്യാനം എന്ന് പറഞ്ഞാൽ? ധ്യാനം നിർവിഷയ മന. പല ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് വിമുക്തമാക്കി ഈശ്വരീയമായ ആനന്ദത്തിൽ ലയിക്കുന്ന അവസ്ഥയാണ് ധ്യാനം എന്ന് ധ്യാനത്തിൻ്റെ പാരമാർത്ഥിക തലത്തിൽ നമ്മൾ പറയും. എന്നാൽ നമ്മളെപ്പോലെയുള്ള ഗൃഹസ്ഥാശ്രമികൾ ധ്യാനം ചെയ്യുന്നത് കേവലം ആ ഉന്നതമായ ഈശ്വരീയാനന്ദം അനുഭവിക്കുവാൻ മാത്രമല്ല, നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ശാരീരിക പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ആത്മീയമായ പ്രശ്നങ്ങളുണ്ട്. 4 പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. ഈ ശരീരം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ അല്ലെ, കാലുവേദന, നടുവേദന, തലവേദന, അങ്ങനെയുള്ള എപ്പോഴും ഉണ്ടാകുന്ന ക്ഷീണം, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ, പാരമ്പര്യമായിരിക്കുന്ന വിവിധ രോഗങ്ങൾ, ഇതുകൊണ്ടുണ്ടാകുന്ന വിഷമതകൾ, പ്രശ്നങ്ങൾ, ഇതാണ് ശാരീരിക പ്രശ്നങ്ങളെന്ന് പറയും. 2 മാനസിക രോഗാവസ്ഥകളാണ്, മാനസിക പ്രശ്നങ്ങളാണ്. മനസ്സിന് അമിതമായ ടെൻഷൻ, അമിതമായ ഉത്കണ്ഠ, സ്ട്രെസ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ചിന്തകൾ അധികരിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മളുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന്, സമാജത്തിൽ നിന്ന് നമ്മൾ നേരിടുന്ന നമുക്ക് പ്രതികൂലമാകുന്ന കാര്യങ്ങൾ കൊണ്ട് മനസ്സ് അസ്വസ്ഥമാകുക, ഇത് മാനസികമായുള്ള പ്രശ്നങ്ങളാണ്. അതുപോലെ ചില മാനിയകൾ, ചില ഫോബിയകൾ, അങ്ങനെ മാനസികമായിരിക്കുന്ന ചില രോഗാവസ്ഥകളുമുണ്ട്. അപ്പോൾ ഇത് മനസ്സ് നേരിടുന്ന പ്രശ്നങ്ങളാണെന്ന് പറയാം. അപ്പോൾ ഇതിനെ നമുക്ക് നിവാരണം ചെയ്യാൻ ധ്യാനം വളരെയധികം സഹായിക്കും. ബൗദ്ധിക പ്രശ്നങ്ങളുണ്ട്, പലപ്പോഴും നമ്മൾ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ശരിയായ തീരുമാനമെടുക്കാൻ ഉള്ള കഴിവില്ലായ്മ ബൗദ്ധിക പ്രശ്നമാണ്. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കുട്ടി ആ ഒരു വർഷം ഉഴപ്പുകയാണെങ്കിൽ, അവൻ ഒരു ടൈം ടേബിൾ ഇല്ലാതെ സിനിമ കണ്ടും ക്രിക്കറ്റ് കളിച്ചും നടക്കുകയാണെങ്കിൽ ആ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് അവൻ തോക്കും. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വലിയ ഫീസ് കൊടുത്ത് ഒരു അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾ ഫീസ് കൊടുത്തത് കൊണ്ടോ ജോയിൻ ചെയ്തത് കൊണ്ടോ കാര്യമില്ല. ദിവസം 8-10 മണിക്കൂർ മിനിമം അയാൾ ആ സിവിൽ സർവീസ് നേടാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യണം. അവിടെ ഉഴപ്പുകയാണെങ്കിലോ
ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അതായത് ബുദ്ധി ശരിയായ വിധത്തിൽ പ്രയോഗിക്കാത്തത് കൊണ്ട്, ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം. ഒരു ബിസിനസ്മാൻ താൻ ചെയ്യുന്ന ബിസിനസ് ശരിയായ രീതിയിൽ പഠിച്ച് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് പ്രശ്നങ്ങളുണ്ടാവും. അത് ബുദ്ധിപരമായ പ്രശ്നമാണ്. ബുദ്ധിപരമായ പ്രശ്നം സാമ്പത്തിക പ്രശ്നത്തിലേക്കും നയിക്കും. അല്ലെ, എന്താണ് വിപണി, എന്താണ് തൻ്റെ പ്രോഡക്റ്റ്, തൻ്റെ പ്രോഡക്റ്റിനെ അപേക്ഷിച്ച് മറ്റൊരു പ്രോഡക്റ്റ്, സെയിം പ്രോഡക്റ്റ്, ഉൽപ്പന്നം, ഉദാഹരണം ഒരു സോപ്പാണെങ്കിൽ മറ്റൊരു സോപ്പ് കമ്പനിക്കാരൻ നമ്മളെക്കാൾ കൂടുതൽ ലാഭമുണ്ടാക്കുന്നുണ്ട്. എന്താണ്? എൻ്റെ പ്രോഡക്റ്റും സോപ്പാണ്, അവൻ്റെ പ്രോഡക്റ്റും സോപ്പാണ്. അവനേക്കാൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാണ് എൻ്റേത്. പക്ഷേ എന്തുകൊണ്ട് അവൻ്റെ പ്രോഡക്റ്റ് കൂടുതൽ വിറ്റ് പോകുന്നു? അപ്പോൾ വിപണിയെ നമ്മൾ മനസ്സിലാക്കണം, ഉപഭോക്താക്കളെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് വിറ്റ് പോകാൻ നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള മെത്തേഡുകൾ, പബ്ലിസിറ്റി ഉൾപ്പെടെ ഉള്ള പല കാര്യങ്ങൾ, ഇതിനെപ്പറ്റി ശരിയായൊരു ബോധ്യമില്ലാതെ ഏതൊരു ബിസിനസ്സിലേക്കും കടന്നാൽ, സോപ്പ് ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രം, അയാൾക്ക് പരാജയം ഉണ്ടാവും. അപ്പോൾ ബുദ്ധി ശരിയായ രീതിയിൽ ഓരോ മേഖലയിലും നമ്മൾ ഉപയോഗിക്കണം. അല്ല, തീരുമാനമെടുക്കാനുള്ള നമ്മളുടെ ഒരു പ്രത്യേക തലമാണ്, കഴിവാണ് ബുദ്ധി എന്ന് പറയും. അപ്പോൾ തീരുമാനങ്ങൾ അറിഞ്ഞ് ആലോചിച്ച് ചിന്തിച്ചെടുക്കണമെന്ന് നമ്മൾ പറയും. അപ്പോൾ അതിന് ബൗദ്ധികമായ ശേഷി വർധനവ് ആവശ്യമാണ്. ശരിയായ രീതിയിൽ ബുദ്ധി പ്രവർത്തിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇനി മറ്റൊന്ന് ആത്മീയ പ്രശ്നങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ അനന്തകോടി സൂര്യപ്രഭയോടെ കുടികൊള്ളുന്ന ആ മഹാചൈതന്യത്തെ, പരമേശ്വര ചൈതന്യത്തെ നമ്മൾ അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പൂർവ്വജന്മ കർമ്മദോഷങ്ങൾ, പാപങ്ങൾ, അജ്ഞാനങ്ങൾ, ഗ്രഹദോഷം, മറ്റ് പല ദോഷങ്ങളുണ്ട്. അജ്ഞാനമായ ആദിഭൗതികവും ആദിദൈവികവുമായ പല പ്രശ്നങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. അപ്പോൾ ഈ 4 പ്രശ്നങ്ങളെ നമ്മുടെ മനുഷ്യ ജീവിതത്തിലുള്ളൂ. ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ബുദ്ധിപരമായ പ്രശ്നങ്ങൾ, ആത്മീയ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളുടെ അനുബന്ധമായിട്ട് വരുന്നതാണ് മറ്റെല്ലാ പ്രശ്നങ്ങളും. അത് കുടുംബ പ്രശ്നങ്ങളാവട്ടെ, നമ്മളുടെ വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങളാവട്ടെ, നമ്മളെ ബിസിനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളാവട്ടെ, പഠനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാവട്ടെ, സമാജത്തിൽ നിന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാവട്ടെ, ഇതെല്ലാം ഈ 4 ഇതുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടാണ്. അപ്പോൾ ശാരീരികമായി, മാനസികമായി, ബൗദ്ധികമായി, ആത്മീയമായി ഉയരാൻ ധ്യാനം നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ശരിയായ രീതിയിൽ ധ്യാനം ചെയ്യുന്ന ഒരാൾക്ക് ശാരീരിക പ്രശ്നങ്ങളെയും മാനസിക പ്രശ്നങ്ങളെയും ബൗദ്ധിക പ്രശ്നങ്ങളെയും ആത്മീയ പ്രശ്നങ്ങളെയും മറികടക്കാൻ സാധിക്കും എന്നാണ് ഗുരുക്കന്മാർ പറയുക. അപ്പോൾ ഹിമാലയൻ സിദ്ധാശ്രമത്തിൻ്റെ കീഴിൽ, നമ്മളുടെ പ്രസ്ഥാനത്തിന് കീഴിൽ വിവിധ തരത്തിലുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ശിവരാജയോഗം, ശിവകുണ്ഡലിനി യോഗം എന്ന അതിമഹത്തായ ഒരു വിദ്യ പ്രാക്ടീസ് ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. തന്ത്രയോഗം അഭ്യസിക്കുന്ന പലരുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് തുടങ്ങിയ ശരയോഗം പഠിക്കുന്ന 400-ഓളം ആൾക്കാരുണ്ട്. ഇവരെല്ലാം ശാരീരിക, മാനസിക, ബൗദ്ധിക, ആത്മീയമായിരിക്കുന്ന പുരോഗതിക്ക് വേണ്ടി വന്നവരാണ്. എന്തെങ്കിലും ഉദ്ദേശത്തിലാണ് നമ്മളിതെല്ലാം പഠിക്കുക. ശരീരം ശാന്തമാകണം, ഊർജ്ജസ്വലമാകണം, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കണം, മനസ്സിൻ്റെ ടെൻഷൻ മാറ്റണം, മനസ്സ് ഊർജ്ജസ്വലമാകണം, ശാന്തി, സന്തോഷം, ആത്മവിശ്വാസം, ധൈര്യം ഇത് കൂട്ടണം. പഠിതാക്കൾ, ഉദ്യോഗാർത്ഥികൾ ബുദ്ധിപരമായ ബുദ്ധി വർദ്ധിക്കണം, അല്ലെ ഓർമ്മശക്തി വേണം. അങ്ങനെ പലതരത്തിലുള്ള പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കണം. ബ്രെയിൻ പവർ ഡെവലപ്പ് ചെയ്യണം. ആധ്യാത്മികമായി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ദിവ്യമായ ഈശ്വരീയ ചൈതന്യത്തെ അറിയണം. ഹുവാമൈ, ഞാൻ ആരാണ്, എൻ്റെ ജീവിതം എന്താണ് ഈശ്വരൻ എവിടെയാണ്, അകത്താണോ പുറത്താണോ, പൂർവ്വജന്മം എന്താണ്, പുനർജന്മം എന്താണ്, ഇതുണ്ടോ, സത്യമാണോ, ഈശ്വരനെ കാണാൻ കഴിയുമോ, അറിയാൻ കഴിയുമോ, അനുഭവിക്കാൻ കഴിയുമോ, ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയുമോ, ഇത്തരത്തിലുള്ള ഫിലോസഫിക്കൽ തോട്ട്സ് എന്ന് നമ്മൾ പറയും. ഇത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്നത് മനുഷ്യ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ജന്മമാണ്. 84 ലക്ഷം ജീവയോനികൾ കടന്നിട്ടാണ് ഒരു ആത്മാവിന് മനുഷ്യജന്മം കിട്ടുക. അത് വളരെ പരമപവിത്രമാണ്. ഈശ്വരാനുഗ്രഹം, ഗുരുകൃപ, പൂർവ്വജന്മ സുഹൃതം. മനുഷ്യജന്മത്തിൽ തന്നെ ഇത് 3ഉമുള്ളവർക്കാണ് ഒരു ഗുരുപരമ്പരയിൽ അംഗമായി ഇത്തരത്തിലുള്ള മഹാവിദ്യകൾ പഠിക്കാൻ സാധിക്കുക. ഇപ്പോൾ ശിവരാജയോഗം, ശിവകുണ്ഡലിനി യോഗം, തന്ത്രയോഗം, ശരയോഗം പോലെയുള്ള വിദ്യകൾ, ഇതെല്ലാം ഒരു ഗുരുപരമ്പരാ സമ്പ്രദായത്തിൽ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര. നമ്മൾ ഗുരുക്കന്മാരെ വന്ദിക്കാറുണ്ട്, അല്ലേ? ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാൽ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോൾ നമ്മുടെ ഉള്ളിലെ തമസ്സിനെ, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റി അവിടെ ജ്ഞാനമാകുന്ന വെളിച്ചം, പ്രകാശം നൽകുന്നയാളാണ് ഗുരു. അപ്പോൾ ഒരു ഗുരുപരമ്പരാ സമ്പ്രദായത്തിൽ നിന്ന് വേണം നമ്മൾ യഥാർത്ഥത്തിലുള്ള ആധ്യാത്മിക വിദ്യകൾ പഠിക്കാൻ. യോഗയാവട്ടെ, കുണ്ഡലിനി ക്രിയകളാവട്ടെ, തന്ത്രയോഗമാകട്ടെ, ശരിയായൊരു പരമ്പരയിൽ നിന്ന് പഠിക്കണം. അപ്പം നമ്മളുടെ പരമ്പര ഹിമാലയത്തിൽ അതിപൗരാണികമായ പരമ്പരയാണ്. പരമപൂജനീയ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന പരമഗുരുദേവ് ചിട്ടപ്പെടുത്തിയ യൗകിക, താന്ത്രിക, വൈദിക മെത്തേഡുകളാണ് നമ്മളുടെ പരമ്പരയിലൂടെ നമ്മൾ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചു വരുന്നത്. അപ്പോൾ ഇതിൽ പരമപ്രാധാന്യം ഉള്ള ഒന്നാണ് ധ്യാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ധ്യാനത്തിൻ്റെ അത്ഭുത
സിദ്ധികൾ എന്നൊരു ക്ലാസ് നമ്മൾ എടുത്തിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ധ്യാനം? ധ്യാനം എന്ന് പറയുന്നത് നമ്മളുടെ ആന്തരികമായ ശക്തിയെ, ചൈതന്യത്തെ, ഊർജത്തെ ഉയർത്തുന്നതിനുള്ള, വികസിപ്പിക്കുന്നതിനുള്ള, പരിണമിപ്പിക്കുന്നതിനുള്ള സയൻറ്റിഫിക്കായ ആധ്യാത്മിക ശാസ്ത്ര മേഖലയിലെ അതുല്യമായൊരു പരിശീലനമാണ് ധ്യാനം എന്ന് പറയുന്നത്. അതിശക്തമാണ് ധ്യാനം. ഒരിക്കൽ ഒരു മനുഷ്യൻ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ കൂടി അയാൾ വീട് വിട്ടിറങ്ങി. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ആ നഷ്ടങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ബന്ധുക്കളും ഒക്കെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾ വേണ്ട വിധത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ബുദ്ധി വേണ്ട വിധത്തിൽ ശരിയായ തീരുമാനമെടുക്കാതെ, മാർക്കറ്റ് അറിയാതെ നിങ്ങൾ ബിസിനസ് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് നഷ്ടമുണ്ടായത്. അങ്ങനെ അനേകം കടങ്ങളായി. അപ്പോൾ അദ്ദേഹത്തിന് കുടുംബത്തിൽ വിലയില്ല, കൂട്ടുകാർക്കിടയിൽ വിലയില്ല, ബിസിനസ് ആകെ തകർന്നു. അദ്ദേഹം നിരാശനായി വീടും നാടും വിട്ടിറങ്ങി. അങ്ങനെ അദ്ദേഹം അലഞ്ഞ് തിരിയുന്നതിനിടയിൽ അദ്ദേഹം ഒരു നദീതീരത്ത് എത്തി. നർമ്മദാ നദിയുടെ തീരത്ത് അദ്ദേഹം എത്തി. ആ നർമ്മദാ നദിയുടെ തീരത്ത് ഒരു ആൽച്ചുവട്ടിൽ ഒരു മനുഷ്യൻ, വളരെ കൃശഗാത്രനായിരിക്കുന്ന, നീണ്ട് ഇടതൂർന്ന താടിയും മുടിയും വെളുത്ത മുടിയുമുള്ള, മുഖത്ത് ചൈതന്യം തുടിക്കുന്ന, രുദ്രാക്ഷമാലകൾ അണിഞ്ഞ, കാഷായ വസ്ത്രധാരിയായിരിക്കുന്ന ഒരു ഗുരുവിനെ, ഒരു സന്യാസിയെ ഇദ്ദേഹം കണ്ടെത്തുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ സന്യാസിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്തോ വല്ലാത്തൊരു ആകർഷണം അദ്ദേഹത്തിന് തോന്നി. അല്ലെ, ആധ്യാത്മിക പുരുഷന്മാർ കാന്തം പോലെയാണ്. കാന്തം ഇരുമ്പ് തരികളെ ആകർഷിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ ആധ്യാത്മിക ശക്തി ഉണരുമ്പോൾ, പരിപക്വമാകുമ്പോൾ നമ്മളിലേക്ക് പലതും വന്നെത്തും എന്നാണ് പറയുക. അങ്ങനെ ഈ ഗുരു ഇദ്ദേഹത്തിൻ്റെ ഈ സന്യാസി വര്യൻ്റെ അടുത്ത് ഇദ്ദേഹം ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ കാലുകളിൽ പ്രണമിച്ചു. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഇദ്ദേഹം കണ്ണു തുറന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു ഗുരു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി വന്നതാണ്. ഇവിടെ ഈ യമുന നദിക്കരയിൽ വന്ന് എൻ്റെ ജീവിതം അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഗുരു പറഞ്ഞു, കുഞ്ഞെ, നീ യമുന നദിയിലേക്ക് നോക്കൂ. അപ്പോൾ അദ്ദേഹം നോക്കിയ സമയത്ത് യമുനയിൽ പ്രഭാത സമയമാണ്. ആ യമുന നദിക്കരയിൽ ധാരാളം ആൾക്കാർ കുളിക്കുകയും അതുപോലെ കന്നുകാലികളെ കുളിപ്പിക്കുകയും വെള്ളം കൊടുക്കുകയും സ്ത്രീകൾ തൊട്ടപ്പുറത്തു നിന്ന് വസ്ത്രമലക്കുകയും അങ്ങനെ ആ നദിയിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ആ നദിയിലെ ജലം കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, കുഞ്ഞെ, നീ ആ യമുന നദിയിൽ നിന്ന് ഒരല്പം ജലം എനിക്ക് കുടിക്കാൻ തരാമോ? നിൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. അപ്പോൾ ഇദ്ദേഹം യമുന നദിയിലേക്ക് നോക്കി. അപ്പോൾ പറഞ്ഞു, ഗുരു, ഇപ്പോൾ അങ്ങേക്ക് അവിടെ നിന്ന് വെള്ളം കോരിത്തരാൻ സാധ്യമല്ല. കാരണം കന്നുകാലികൾ ഇറങ്ങി അവരെ കുളിപ്പിക്കുന്നുണ്ട്, ധാരാളം പേര് കുളിക്കുന്നുണ്ട്, വസ്ത്രമലക്കുന്നുണ്ട്, പല കാര്യങ്ങൾ യമുന നദിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വെള്ളം കലങ്ങി മറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതിൽ നിന്ന് അങ്ങേക്ക് ജലം കോരിത്തരാൻ സാധ്യമല്ല, അങ്ങേക്കത് കുടിക്കാൻ സാധ്യമല്ല. ശരി കുഞ്ഞേ, നീ അല്പസമയം കാത്തിരിക്കൂ, നീ എൻ്റെ അടുത്തിരിക്കൂ, ശാന്തമായിട്ടിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു ശാന്തി, അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ ആധ്യാത്മികമായിരിക്കുന്ന ആ ഒരു അനുഭൂതി അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചിന്തകളെ കുറച്ച് പ്രശാന്തിയിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. അങ്ങനെ കുറേ സമയം അദ്ദേഹം കാത്തിരുന്ന സമയത്ത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാവിലത്തെ ആ കുളിയും അലക്കും കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കലും കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് ആ നാട്ടുകാർ, പ്രദേശവാസികൾ മടങ്ങിപ്പോവാണ്. അപ്പോൾ യമുന വളരെയധികം ശാന്തമായി. അപ്പോൾ കലങ്ങി ഇരുന്ന ജലം, ചെളി സാവധാനം അടിത്തട്ടിലേക്ക് അടിഞ്ഞടിഞ്ഞടിഞ്ഞ് യമുനയിലെ ജലം വളരെയധികം സ്ഫടിക തുല്യമായി അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹം ചെന്ന് ഈ ഗുരുവിന് കുടിക്കുവാനായി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു കൊടുത്തു. ഗുരു ചിരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു, കുഞ്ഞേ, നീ യമുനാ നദിയെ കണ്ടിരുന്നു അല്പം മുമ്പ്, 1.5 മണിക്കൂർ മുമ്പ്? പറഞ്ഞു, കണ്ടു ഗുരു, അത് കലങ്ങി മറിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ നീ നോക്കുമ്പോൾ എന്ത് കാണുന്നു? ഗുരു വളരെയധികം പ്രശാന്തമാണ്. നീ കലങ്ങി മറിഞ്ഞ യമുന ശാന്തമാകാൻ നീ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തോ? ഇല്ല ഗുരു, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ആ നദിയെ നിരീക്ഷിക്കുകയായിരുന്നു, നോക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് കുഞ്ഞേ ധ്യാനം. നമ്മുടെ മനസ്സ് പലപ്പോഴും പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ കൊണ്ടും ആഗ്രഹങ്ങൾ കൊണ്ടും വികാരങ്ങൾ കൊണ്ടും കലങ്ങി മറിയുന്നു. എന്നാൽ നാം അല്പസമയം ശാന്തമായി കണ്ണടച്ചിരുന്ന് ചിന്തകളുടെ ആ തിരമാലകൾ അടങ്ങുന്നതുവരെ അതിനെ നിരീക്ഷിക്കുക. ഇപ്പോൾ നമ്മൾ ശരയോഗത്തിൽ, ശിവരാജയോഗത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന ധ്യാനക്രിയകളെല്ലാം തന്നെ ശ്വാസധ്യാന വിദ്യകൾ, പ്രകാശധ്യാന വിദ്യകൾ, മന്ത്രാധിഷ്ഠിത ധ്യാന വിദ്യകൾ, ഇങ്ങനെ വിവിധ ധ്യാന മെത്തേഡുകളുണ്ട്.
അപ്പം ഇതെല്ലാം തന്നെ കലങ്ങിമറിയുന്ന ഓളം വെട്ടി നിൽക്കുന്ന നമ്മളുടെ മനസ്സിനെ പ്രശാന്തിയിലേക്ക് കൊണ്ടുവരാനുള്ള സയൻറ്റിഫിക്കായ മാർഗമാണ്. അപ്പോൾ യമുനാ നദിയുടെ കലക്കൽ മാറ്റാൻ ഇദ്ദേഹം പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, കാത്തിരിക്കുകയായിരുന്നു. എന്നതുപോലെ നമ്മളുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളും ആഗ്രഹങ്ങളും വികാരങ്ങളും യമുനയിലെ ഓളങ്ങൾ പോലെ അലതല്ലി വന്നുകൊണ്ടിരിക്കും. ഇതാണ് മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകത. അത് പൂർവ്വജന്മ വാസനകൾ കൊണ്ടും ഈ ജന്മത്തിൽ അടുക്കും ചിട്ടയും നിഷ്ഠയും ദിനചര്യയും ഉപാസനയും ഇല്ലാത്ത ജീവിതം കൊണ്ടും മനുഷ്യ മനസ്സ് പലപ്പോഴും കലങ്ങിമറിയുകയാണ്. ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും സ്പന്ദന മണ്ഡലമാണ് മനുഷ്യ മനസ്സ്. ചിന്തകൾ പോസിറ്റീവാണോ, ആഗ്രഹങ്ങൾ പോസിറ്റീവാണോ, നമ്മളെ ഇമോഷൻസ് പോസിറ്റീവാണോ, ജീവിതം പോസിറ്റീവായിരിക്കും. ഇത് മൂന്നും നെഗറ്റീവാണോ, ജീവിതം നെഗറ്റീവായിരിക്കും. അപ്പോൾ കലങ്ങിമറിയുന്ന വികാര വിക്ഷോഭങ്ങൾ കൊണ്ട്, പലതരത്തിലുള്ള ചിന്തകൾ കൊണ്ട്, പലതരത്തിലുള്ള നടക്കാത്ത ആഗ്രഹങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന മനസ്സിനെ പ്രശാന്തിയിലേക്ക് കൊണ്ടുപോകുവാൻ അതിനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലെ, മനസ്സിനെ നിരീക്ഷിക്കുക. മനസ്സിനെ നിരീക്ഷിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ശ്വാസത്തെ അറിയാൻ കഴിയണം. ശ്വാസത്തെ അറിയണമെങ്കിൽ നമുക്ക് ചെറിയ പ്രാണായാമ പരിശീലനങ്ങൾ ചെയ്യണം. അപ്പോൾ ശ്വസന വ്യായാമങ്ങളിലൂടെ, പ്രാണായാമങ്ങളിലൂടെ, ശ്വാസ നിരീക്ഷണത്തിലൂടെ നമ്മൾ വന്നാൽ ശ്വാസത്തിൻ്റെ ഗതിവിഗതികളെ അറിഞ്ഞ് അതിന് പിന്നിലെ ഊർജത്തെ, അതിന് പിന്നിലെ പ്രാണസ്പന്ദനത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മനസ്സിനെ പ്രശാന്തമാക്കാൻ കഴിയും. ഇതാണ് ആ ഗുരു പറഞ്ഞു കൊടുത്ത കഥയിലെ തത്വം. അല്ലേ, മനസ്സിനെ ശാന്തമാക്കാൻ നമ്മൾ അതിനെ നിരീക്ഷിക്കുക. മനസ്സും ശ്വാസവുമായിട്ട് കണക്റ്റഡാണ്. ശ്വാസത്തെ നിരീക്ഷിക്കുക. ശ്വാസം ശാന്തമാകുമ്പോൾ മനസ്സ് ശാന്തമാകും. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ നമ്മളുടെ ശ്വാസം ദ്രുതഗതിയിൽ, വേഗത്തിലായിരിക്കും, ക്രമരഹിതമായിരിക്കും, വളരെ വേഗത്തിൽ ശ്വസിക്കും. ശാന്തമായി സന്തോഷകരമായ ഒരു പാട്ട് കേൾക്കുന്നു, സിനിമ കാണുന്നു, സന്തോഷമായിരിക്കുമ്പോൾ ആഴത്തിലുള്ളതും ശാന്തവുമായ ബ്രീത്തിങ് ആണ്. അപ്പോൾ ശ്വാസവും മനസ്സുമായി ബന്ധമുണ്ട്. ശ്വാസവും നമ്മളുടെ ചിന്തകളും ആഗ്രഹങ്ങളും വികാരങ്ങളുമായി ബന്ധമുണ്ട്. ഇതാണല്ലോ മനസ്സ്. അപ്പോൾ ശ്വാസത്തെ നിരീക്ഷിച്ചാൽ, ശ്വാസത്തെ അടക്കിയാൽ മനസ്സിനെ നിയന്ത്രിക്കാം, മനസ്സിനെ നമ്മളുടെ വരുതിയിൽ വരുത്താം എന്നുള്ളതാണിത്. അപ്പം അതിനാണ് നമ്മൾ വിവിധ തരത്തിലുള്ള ധ്യാന മെത്തേഡുകൾ ഉപയോഗിക്കുക. അപ്പോൾ ധ്യാനം ജീവിതത്തിൻ്റെ ഭാഗമായാൽ കലങ്ങിമറിഞ്ഞ യമുനയെ പ്രശാന്തിയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ കലങ്ങിമറിഞ്ഞ യമുനയാകുന്ന നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ജീവിതത്തെ ധ്യാനത്തിലൂടെ പ്രശാന്തിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് ശരിയായൊരു ഗുരുപരമ്പരാ സമ്പ്രദായത്തിൽ നിന്ന് ശരിയായ ധ്യാനവിദ്യകൾ അഭ്യസിക്കുക. ധ്യാനം നന്നാകണമെങ്കിൽ കേവലം കണ്ണടച്ചിരിക്കലല്ല ധ്യാനം. അതിന് ശാരീരികമായ ശിക്ഷണം വേണം. ശരീരത്തെ നമ്മൾ സ്ഥിരം സുഖം ആസനം എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. യോഗിക് എക്സർസൈസുകൾ ചെയ്യണം. മനസ്സിനെ അടക്കണമെങ്കിൽ, ശ്വാസത്തെ അറിയണമെങ്കിൽ പ്രാണായാമങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, ജപങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് ധ്യാനാവസ്ഥയിലേക്ക് വരിക. പ്രാണായാമം, ജപം, ധ്യാനം എന്ന അവസ്ഥയിലേക്ക് വരിക. അപ്പം ഇതാണ് ശാസ്ത്രീയമായ ശരയോഗ വിദ്യകളിലൂടെ ഹിമാലയൻ സിദ്ധാശ്രമം ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സ്വദേശത്തും വിദേശത്തും ഓൺലൈനിലും ഓഫ്ലൈനിലും ഈ മഹാവിദ്യ ചെയ്ത് അവർക്ക് ശാരീരികവും മാനസികവും ബൗദ്ധികവും ആത്മീയവുമായ ശാന്തിയും സന്തോഷവും ആനന്ദവും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിധിയാണെന്ന് പറഞ്ഞു. ശാന്തവും സ്വസ്ഥവും ഊർജ്ജസ്വലവും ആരോഗ്യകരവുമായ ജീവിതത്തിന്, ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിന് ധ്യാനം നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നമസ്തേ. ഓം നമഃ ശിവായ.